ശ്രീ GV ഹരി, ഇവിടെ കോൺഗ്രസ് എന്ത് ചെയ്തു, BJP എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല ചർച്ച പുരോഗമിക്കുന്നത്. എന്തുകൊണ്ട് ഇത് BJP സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും തലയിൽ ഈ വിഷയം കെട്ടിവെച്ചൊരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനെതിരെ പൊരുതുന്നത് എന്നുള്ളത്. പക്ഷേ ആ ഒറ്റക്കെട്ടായി ക്രിസ്തീയ സമൂഹത്തിന് വേണ്ടി പൊരുതുന്നു എന്ന് പറയുമ്പോഴും വളരെ ബുദ്ധിപൂർവം അവിടെ ഒരു സാമുദായിക വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് BJP ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ടാണ്, കേന്ദ്ര സർക്കാർ BJP സർക്കാർ ആയതുകൊണ്ടാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു ഭാഷ്യം കൂടി നിങ്ങൾ കൃത്യമായി ഇതിനിടയിൽ തിരികെ കയറ്റുന്നില്ലേ? രോഹിണി, ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്കൊരു അല്പസമയം തരണം. കാരണം ഞാൻ നേരത്തെ ഈ രോഹിണി പറഞ്ഞതും അതോടൊപ്പം തന്നെ ശ്രീ കെവിൻ പീറ്റർ പറഞ്ഞതും അതോടൊപ്പം തന്നെ ശ്രീ KVS പറഞ്ഞതുമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉത്തരം പറയാനുള്ള, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാനുള്ള സമയം തരണമെന്ന് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കണം. ഒന്ന്, രോഹിണി പറഞ്ഞെടുത്ത് ഞാൻ തുടങ്ങാം. നോക്കൂ, ഇതിനകത്ത് ഞങ്ങൾ ആരെയും ഒരു കാര്യത്തിനകത്ത് ഒരു ആരോപണം ഉന്നയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യം ഞങ്ങളുടെ മുമ്പിലുണ്ട്, ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഞങ്ങളോട് ഇപ്പോൾ നേരത്തെ ആരോ പറഞ്ഞതുപോലെ BJPയോട് സഭ ആവശ്യപ്പെട്ടു. ഞങ്ങളോട് ആരും ആവശ്യപ്പെടേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസൽമാനായിക്കോട്ടെ, സിഖുകാരനായിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായൊരു പ്രവർത്തനം, അത് BJP ആയിക്കോട്ടെ, കേരളത്തിൽ CPM ആയിക്കോട്ടെ, ഇനി മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനമായിക്കോട്ടെ നടന്നാൽ അതിനെതിരെ ശക്തമായി ഞങ്ങൾ മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും ഞങ്ങൾ വേണ്ട. അത് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ വോട്ട് കിട്ടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വോട്ട് കിട്ടാനോ അല്ല. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന പ്രഖ്യാപിതമായ നയം ഞങ്ങളുടെ മുമ്പിലുണ്ട്. അത് ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. രണ്ട്, ശ്രീ കെവിൻ പീറ്ററോട് എനിക്ക് പറയാനുള്ളത് അങ്ങയുടെ വിശ്വാസം അങ്ങയെ രക്ഷിക്കട്ടെ എന്നാണ്. അദ്ദേഹം നാളെ ശ്രീ കെവിൻ പീറ്ററോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അങ്ങയ്ക്ക് ഈ അവസ്ഥ ഉണ്ടായാലും ഞങ്ങൾ അങ്ങയുടെ രക്ഷയ്ക്കായി ഉണ്ടാവും. ഒരു സംശയവും ആ കാര്യത്തിൽ അങ്ങക്ക് വേണ്ട. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയാമോ രോഹിണി? ഇവിടെ നേരത്തെ നിങ്ങൾ പലതവണ ആവർത്തിച്ച തൃശ്ശൂരിലെ കേസുണ്ട്. എന്താണ് അവസാനം തൃശ്ശൂരിലെ കേസിൽ ജഡ്ജി എന്താ പറഞ്ഞതെന്നറിയാമോ? യാതൊരു തരത്തിലുള്ള തെളിവുമില്ലാത്തൊരു കാര്യത്തിനകത്താണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അത് ഇവിടെ ഹസ്കർ വളരെ കൃത്യമായി പറഞ്ഞു. അന്ന് ഈ വിഷയം ഇവിടെ ഉണ്ടായപ്പോൾ, ഇവിടെ റെയിൽവേ പോലീസ് ആ ഒരു കേസെടുത്തപ്പോൾ ഇവിടെ ആരും അവരെ തടഞ്ഞു വെച്ചില്ല, ഇവരെ ആരും ആൾക്കൂട്ടം വിചാരണ ചെയ്തില്ല. മറിച്ച് നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഒരു തടസ്സവുമില്ല. ഞങ്ങൾ ആരെയും തടസ്സപ്പെടുത്തുന്നില്ല. ഛത്തീസ്ഗഡ് ഗവൺമെൻറ് ഇത്തരത്തിലൊരു കാര്യത്തിൽ ഒരു പരാതി ലഭിച്ചു. ആ പരാതിയിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഈ വിവാദങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ വിവാദം? അടിസ്ഥാനപരമായ വിവാദം ബജറംഗ് ദൾ, അതായത് സംഘപരിവാർ സംഘടനയുടെ ഭാഗമായ ചില ആളുകൾ അവിടെ എത്തുന്നു, അവരിവിടെ തടഞ്ഞു വെക്കുന്നു, അവരുടെ അടിച്ച് തകർക്കുമെന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. അതില്ല എന്ന് രോഹിണി പറയരുത്. കാരണം എല്ലാ മാധ്യമങ്ങളിലും വന്നൊരു കാര്യമാണ്. ഒന്ന്. രണ്ട്, ഇവിടെ ജോർജ് കുര്യൻ മന്ത്രിയെക്കുറിച്ച് ഇവിടെ ചോദിച്ചല്ലോ, എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കാനുള്ള ആളല്ല. അദ്ദേഹത്തിനോട് ഹിന്ദി അറിയാമെന്ന് ചോദിക്കും, ഹിന്ദിയെ അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയി നമ്മളെല്ലാവരും കണ്ടു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മുമ്പിലുണ്ട്. കേരളത്തിലെ മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെയും മുമ്പിലുണ്ട്. ഞാനെങ്കിലും ക്രിസ്ത്യാനിയുടെ കാര്യം മാത്രമായിട്ട് പറയുന്നില്ല, ജനങ്ങളുടെ മുമ്പിലുണ്ട്. നാളെ ഇതുപോലെ ഏതൊരാൾക്ക് സംഭവിച്ചാലും ഇതൊക്കെ തന്നെ ഇവർ പറയുള്ളൂ. മറിച്ച് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ചെയ്യുന്ന ആ പാവപ്പെട്ട കന്യാസ്ത്രീകളായിട്ടുള്ള രണ്ടാളുകൾ ചെയ്ത് എന്ത് തെറ്റാണ്? ഞാനൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും അവസാനമായി ഇന്നത്തെ ആ വിധിപ്പകർപ്പിൻ്റെ ഏറ്റവും അവസാനം ഈ ജാമ്യം കൊടുത്തുകൊണ്ട് ആ കോടതി, NIA കോടതി പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ രോഹിണിയുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദ ആപ്ലിക്കൻറ്റ് ഷാൽ നോട്ട് ലീവ് ദ ഇന്ത്യ വിത്തൗട്ട് ദ ലീവ് ഓഫ് ദിസ് സ്പെഷ്യൽ കോർട്ട് NIA. നോക്കൂ, ഈ രാജ്യത്തെ രണ്ട് തീവ്രവാദികൾക്ക് ജാമ്യം കൊടുത്തുകൊണ്ടിട്ടുള്ള അല്ല നമ്മൾ വായിക്കുന്നത്. രണ്ട്, ദ ആപ്ലിക്കേഷൻ ഷാൽ സറണ്ടർ ദ പാസ്പോർട്ട് ഇഫ് ദേ പൊസസ് വിത്ത് ദ സ്പെഷ്യൽ കോർട്ട് ഡ്യൂറിംഗ് ദ പീരീഡ് ദേ റിമെയിൻ എൻലാർജ് ഓൺ ബെയിൽ എന്ന് പറയുന്നു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദ ആപ്ലിക്കൻ ഷാൽ നോട്ട് ഗീവ് എനി പ്രസ് ഇൻ്റർവ്യൂസ് നോർ മേക്ക് എനി പബ്ലിക് കമൻറ്റ് ഇൻ കണക്ഷൻ വിത്ത് ദ കേസ് എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത് ആർക്കാണ് ജാമ്യം കൊടുത്തത്? ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ള തീവ്രവാദികളെ പിടിച്ചിട്ട് അവർക്ക് ജാമ്യം കൊടുത്ത NIA കോടതിയോ? ഇത് പാവപ്പെട്ട രണ്ട് മലയാളികളായിട്ടുള്ള ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന രണ്ട് കന്യാസ്ത്രീകൾക്കാണ് ഇത് ഈ ജാമ്യാപേക്ഷയുടെ അവസാനത്തിൽ ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി പറയുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതാരാ? ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ ഛത്തീസ്ഗഡ് ഭരിക്കുന്ന സർക്കാരാണ്. ആരാണ് ഛത്തീസ്ഗഡ് ഭരിക്കുന്ന സർക്കാർ? BJP സർക്കാരാണ്. രണ്ട്, എന്താണ് അവിടെ കോൺഗ്രസ് ഒന്നും പറഞ്ഞില്ല എന്ന് കെവിൻ പീറ്റർ പറഞ്ഞു. കെവിൻ പീറ്ററിന് ഹിന്ദി മനസ്സിലാവുമെങ്കിൽ ഇപ്പോൾ നടിച്ചു നോക്കുക.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഛത്തീസ്ഗഡ്. എന്താണ് ദീപക് ബൈജി പറഞ്ഞിട്ടുള്ളത്? അതിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബഗൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതേ കാര്യത്തെക്കുറിച്ച് അവിടെ കിടപ്പുണ്ട്. അപ്പം അദ്ദേഹം എനിക്ക് ഹിന്ദി മനസ്സിലാവുമെങ്കിൽ അന്ന് ഇപ്പം എടുത്തതൊന്ന് കേട്ടാൽ എന്താണ് കോൺഗ്രസിൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാടെന്നുള്ളത് അങ്ങക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കും. അതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും കൂടെ ചെയ്താൽ താങ്കൾക്ക് നാളെ ഈ അവസ്ഥ ഈ രാജ്യത്തുണ്ടാകില്ല. ഉണ്ടായാലും വിഷമിക്കേണ്ട. അന്ന് ഞങ്ങൾ കോമാളികളെന്ന് താങ്കൾ വിളിച്ചില്ലേ, ആ കോൺഗ്രസ്സുകാരൊക്കെ നിങ്ങളുടെ സഹായത്തിന് എത്തുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. കാരണം ഇത് രാജ്യത്തിൻ്റെ ജനങ്ങൾക്കുള്ള കാര്യമാണ്. ഇവിടെ KVS പറഞ്ഞൊരു കാര്യമുണ്ട്, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. KVS പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതത്തോടു കൂടി കേട്ടുകൊണ്ടിരുന്നു. അദ്ദേഹം കഴിഞ്ഞൊരു 10 വർഷങ്ങൾക്ക് മുമ്പുള്ള ശബ്ദമല്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ. അദ്ദേഹം പറയുന്നത് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും ഏത് രാജ്യത്തെക്കാൾ അത് പാകിസ്ഥാനെക്കാളും ബംഗ്ലാദേശിനേക്കാളും സുരക്ഷിതമാണ്. ആരുടെ ഔദാര്യമല്ല സാർ ഇത് ആരുടെയും ഔദാര്യമല്ല, നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല ഇത്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അവർ കൊടുക്കുന്ന സംരക്ഷണമാണ്. അല്ലാതെ ഈ രാജ്യത്തെ BJP അവർ കൊടുക്കുന്ന ഔദാര്യമായി നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ശബ്ദത്തിൽ അതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയരുത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇത് ആരുടെയും ഔദാര്യമല്ല. ഈ രാജ്യത്തിൻ്റെ BJP കെവിൻ പീറ്റർ, താങ്കൾ ഒരു കാര്യം കൂടി ഈ BJP ഛത്തീസ്ഗഡിന്റെ ഫേസ്ബുക്ക് പേജ് കൂടി അങ്ങെടുത്ത് നോക്കണം. എങ്ങനെയാണ് ഈ പാവപ്പെട്ട, നിങ്ങൾ പറഞ്ഞില്ലേ കന്യാസ്ത്രീകളെ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന്, ഒരു പെൺകുട്ടിയെ കഴുത്തിൽ പട്ടി കെട്ടിയിട്ട് വലിച്ചിരിക്കുന്നു. ഞങ്ങളെല്ലാവരോടും ആ കന്യാസ്ത്രീകളുടെ കാലിൽ വീഴുന്ന ചിത്രം പങ്കുവച്ചത് ഛത്തീസ്ഗഡ് BJP ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പരിശോധിച്ചിട്ട് വേണം താങ്കൾ BJPയുടെ വക്താവായി ഇവിടെ വന്നിരുന്ന് സംസാരിക്കാൻ. ആയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിലവിൽ ഈ വിഷയത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. ഏതെങ്കിലും സഭയെ അല്ലെങ്കിൽ സഭയ്ക്ക് അനുകൂലമായി സംസാരിക്കുകയല്ല. ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു സാധാരണക്കാരുടെ പ്രശ്നമുണ്ടായാൽ കോൺഗ്രസ് അവിടെ ഉണ്ടാകും സാർ. അതിനകത്ത് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. പക്ഷേ എന്ത് ഇടപെടൽ നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ എന്ത് ഇടപെടൽ നടത്തിയെന്ന് കേരളത്തിലെയും ഈ രാജ്യത്തെയും ജനങ്ങൾ പരിശോധിച്ചോട്ടെ. അത് രോഹിണി പറഞ്ഞു കൊടുക്കണ്ട. അത് കേരളത്തിലെയും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എഴുതാനും വായിക്കാനും ഒക്കെ അറിയുന്ന 100% സാക്ഷരതയുള്ള കേരളത്തിലെ ജനങ്ങൾ അത് തീരുമാനിച്ചോളും എന്ന് എനിക്ക് ആ കാര്യത്തിൽ പറയാം.